Chapter 13 Organization of Agricultural and Craft Production, Regional Profiles of Agrarian Society, Nature of Stratification, South India. The question is give a brief description of South India during 300 to 1300 AD. In this context, South India pertains to the geographical areas situated below the Vindhyas, encompassing region where Dravidian languages were prevalent. സൗത്ത് ഇന്ത്യ എന്ന് പരാമർശിക്കപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായി വിന്ധ്യ പർവ്വത നിരകൾക്ക് താഴ്ഭാഗമാണ്. പ്രത്യേകിച്ചും ദ്രാവിഡ ഭാഷ നിലനിൽക്കുന്ന പ്രദേശമാണ്. It does not include the northernmost part which currently belongs to Maharashtra, thus exclude the entirety of Peninsular India region. എന്നാൽ നോർത്തേൺ മോസ്റ്റ് പാർട്ടായിട്ടുള്ള മഹാരാഷ്ട്ര ഇതിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്നുമുണ്ട്. The geography of this region makes an interesting study with the two major divisions. സൗത്ത് ഇന്ത്യയെ നമുക്ക് രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ട് ഭൂമിശാസ്ത്രപരമായി രണ്ട് ഭാഗങ്ങളായി വേർതിരിച്ചുകൊണ്ട് പഠിക്കാം. അവയെ ഡെക്കാൻ പ്ലേറ്റോ എന്നും ദ പ്ലെയിൻസ് എന്നും, ഡെക്കാൻ പീഠഭൂമി എന്നും അതുപോലെ സമതലം എന്നും വേർതിരിച്ച് പഠിക്കാം. ദ ഡെക്കാൻ പ്ലേറ്റോ ഈസ് നൗ റെപ്രസെൻറ്റഡ് ബൈ നോർത്തേൺ ആൻഡ് സൗത്തേൺ കർണാടക and part of Andhra region. Telangana and Rayalaseem marking the eastern edge of the plateau and the coastal plain of Andhra, watered by Godavari and Krishna valleys, where the agrarian tract are concentrated from early times. ഭൂമിശാസ്ത്രപരമായി രണ്ടായി വേർതിരിച്ച് പഠിക്കാം, ഡെക്കാൻ പ്ലേറ്റോ എന്നും പ്ലെയിൻ എന്നും പറഞ്ഞിട്ട്. ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത് നോർത്ത് ആൻഡ് സൗത്തേൺ കർണാടകയും അതുപോലെ ആന്ധ്രയുടെ പ്രധാന ഭാഗങ്ങൾ, അതായത് തെലങ്കാന, റാലാസീം എന്ന് പറയുന്ന ഈസ്റ്റേൺ എഡ്ജ് ഈ പീഠഭൂമിയുടെ ഭാഗമാണ്. കോസ്റ്റൽ തീരമായിട്ടുള്ള ആന്ധ്രയുടെ കോസ്റ്റൽ തീരം, അതുപോലെ ഗോദാവരി, കൃഷ്ണ താഴ്വരകൾ, ഡെൽറ്റകൾ, ഇതൊക്കെ അഗ്രേറിയൻ സമതലങ്ങളാണ്. അഗ്രേറിയൻ എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി വാസ് ഓൺഗോയിങ് പ്രോസസ് ഓൺ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫെർട്ടൈൽ റിവർ വാലി, മൂവ്ഡ് ഇൻ ടു ദ ഫ്രോണ്ടിയർ സോൺ, ഫോറസ്റ്റ് ആൻഡ് വാലി, ഹില്ലി ട്രാക്ട്സ്. അപ്പോൾ കാർഷിക വൃത്തി ഏറ്റവും കൂടുതലുണ്ടായിരുന്ന മേഖലയാണ്. പ്രത്യേകിച്ചും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഇവിടെ നദീതീരങ്ങൾ, കൃഷ്ണ ഗോദാവരി നദീ താഴ്വരകളൊക്കെ വളരെ ഫെർട്ടൈലായിട്ടുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് എന്നുള്ളതുകൊണ്ട് കാർഷിക വൃത്തി ഉണ്ടായിരുന്നു. അതുപോലെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ഈ സമതലങ്ങളുടെ ഫോറസ്റ്റി ഏരിയയാണ്. അതുപോലെ ഹില്ലി ട്രാക്ട്, മലയോര പ്രദേശമുണ്ട്. ഈ ഫോറസ്റ്റ് ആൻഡ് ഹില്ലി ട്രാക്ട് എന്ന് പറയുന്നത് പാസ്റ്ററൽ മേച്ചിൽപ്പുറങ്ങളായിട്ട് പരിഗണിക്കാവുന്നതും അതുപോലെ ഹണ്ടിങ് ഗ്യാതറിങ് എക്കോണമിയുടെ ഭാഗവുമാണ്. ഇൻ ദി ഡെക്കാൻ Andhra region, in the delta area of the Godavari and Krishna, show the evidence early agricultural settlements. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള ആന്ധ്ര ഡെൽറ്റ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഗോദാവരിയുടെയും കൃഷ്ണ നദിയുടെയും ഡെൽറ്റ തീരങ്ങൾ എന്ന് പറയുന്നത് ആദ്യകാല അഗ്രികൾച്ചറൽ സെറ്റിൽമെൻ്റാണ്. ദ ലാർജ് ഡെക്കാൻ പ്ലേറ്റോ ഈസ് മാർക്ക്ഡ് ബൈ സ്മാളർ അഗ്രികൾച്ചർ പോക്കറ്റ്സ് വാലി of the middle upper reaches of Godavari and Krishna Valley and the tributaries. ഗോദാവരി, കൃഷ്ണ നദികളുടെ താഴ്വരകൾ കൂടാതെ പോഷക നദികൾ, കാവേരി നദിയുണ്ട്, തുംഗഭദ്ര, മാലപ്രഭ എന്നൊക്കെ അറിയപ്പെടുന്ന ട്രിബ്യൂട്ടറീസ്, പോഷക നദികളുടെ തീരങ്ങൾ, ഇതൊക്കെ കാർഷിക മേഖലകളായി പരിഗണിക്കപ്പെടുന്നു. സൗത്തേൺ ഡെക്കാൻ ആൻഡ് കർണാടക ഏരിയയാണ്. Of the South Indian region, Tamil region, which has been focused the major studies on agrarian organization and state, provide the most impressive evidence of the development.
എന്ന വേരിയസ് റീജിയൻ സൗത്ത് ഇന്ത്യയിലെ പ്രധാനമായ പ്രദേശങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് റീജിയനാണ് തമിഴ്നാട് എന്ന് പറയപ്പെടുന്നത്. വളരെയധികം സിഗ്നിഫിക്കൻ്റ് അറ്റൻഷൻ നൽകപ്പെടുന്ന, പ്രത്യേകിച്ചും എക്സ്റ്റെൻസീവ് റിസർച്ച് ഓൺ അഗ്രേറിയൻ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക്സ് എന്ന് പറയപ്പെടുന്നു. കാർഷിക മേഖലയിലും അതുപോലെ വളർച്ചയിലുമൊക്കെ, സാമുദായിക സാംസ്കാരിക വളർച്ചകളിലൊക്കെ വളരെ സങ്കീർണമായ ഘടനയുള്ള ഒരു പ്രദേശമാണ് തമിഴ് റീജിയൻ എന്ന് പറയുന്നത്. Although Deccan and Andhra region, which make less work, has been done, as equally important evidence on the institutional process of agrarian organization and production, the nature of pre-Brahmadeya agricultural organization, like a little on, except the form of primitive agriculture or the subsistence level settlement in the river valley and pastoral land, hunting gathering settlement in the frontier region like forest and hill. This area offer compelling evidence describing progression. Although Deccan and Andhra region, which much less work has been done, have equally important evidence, the institutional process of agrarian organization and productive nature of pre-Brahmadeya agricultural organization is little known. കാർഷിക ഉൽപാദനം നടത്തപ്പെട്ടുള്ള ഏരിയയാണ്. അതിനുള്ള തെളിവുകളുണ്ടെങ്കിലും വലിയ തോതിലുള്ള തെളിവുകളൊന്നും ഈ ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കി ലഭ്യമല്ല. പ്രത്യേകിച്ചും പ്രീ ബ്രഹ്മദേയ അഗ്രികൾച്ചർ ഓർഗനൈസേഷനെ കുറിച്ച് വലിയ ഒരു തെളിവുകളൊന്നും തമിഴ് റീജിയനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമല്ല. ബ്രഹ്മദേയ എന്ന് പറഞ്ഞ റവന്യൂ ഫ്രീ ലാൻഡ് ഗ്രാൻഡ് ഗിവൻ ടു ദ ബ്രാഹ്മിൻസ് എന്ന, ബ്രാഹ്മണന്മാർക്ക് നികുതിയില്ലാതെ സ്വതന്ത്രമായി ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടതിനെയാണ് ബ്രഹ്മദേയ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാലും ഒരു പ്രിമിറ്റീവ് അഗ്രികൾച്ചറൽ ഫോം ഇവിടെ ഉണ്ടായിരുന്നു, സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു, റിവർ വാലി അടിസ്ഥാനമാക്കി, അതുപോലെ പാസ്ട്രൽ, ഹണ്ടർ ഗ്യാതറിങ് സെറ്റിൽമെൻറ്റ് സൊസൈറ്റി, ഫോറസ്റ്റിനെയും ഹില്ലിനെയൊക്കെ ബേസ് ചെയ്തിട്ട് തമിഴ് റീജിയനിൽ നിലനിന്നിരുന്നു. Andhra Delta also Brahmadeya, but early copper plate in the 4th and 6th century records. Land grants are short and give no details. ആന്ധ്ര ഡെൽറ്റ മേഖലയിൽ ബ്രഹ്മദേയ വ്യവസ്ഥ നിലനിന്നിരുന്നു. പക്ഷേ 4-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടുകൾക്കും ഇടയിലുള്ള കോപ്പർ പ്ലേറ്റ് ലിഖിതങ്ങളിൽ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ കുറഞ്ഞ രീതിയിലാണ്. അപ്പോൾ വലിയ തോതിലുള്ള തെളിവുകളൊന്നും ഇതിനെക്കുറിച്ചും ലഭ്യമല്ല. Later one gives more information. In Andhra Delta, Brahmadeya of the 6th and 8th century have not been studied so far with the view of discussing their role in agrarian integration. 6 മുതൽ 8 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ആന്ധ്ര ഡെൽറ്റ മേഖലയിൽ ബ്രഹ്മദേയ വ്യവസ്ഥ നിലനിന്നതിനെക്കുറിച്ചോ കാർഷിക വൃത്തിയെക്കുറിച്ചോ വിശദമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ തെളിവുകളൊന്നും ലഭ്യമല്ല. ഓർഗനൈസ്ഡ് പെസൻസ് മൈക്രോ റീജിയൻ ലൈക്ക് നാടു ഓഫ് ദ കൈൻഡ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ തമിഴ് കൺട്രി ആർ നോൺ. അപ്പോൾ പെസൻസ് നാടുകളായിട്ട്, മൈക്രോ റീജിയനെ പോലെ ചെറിയ ഗ്രാമങ്ങളായിട്ട് പെസൻസിൻ്റെ ഗ്രാമങ്ങൾ നിലനിന്നതായിട്ട് തമിഴ്നാട്ടിൽ അത്തരത്തിലുള്ള നിലനിൽപ്പുകളുണ്ടായിരുന്നെങ്കിലും കൃത്യമായി തെളിവുകളില്ല എന്നുള്ളതാണ്. തമിഴ് പ്ലെയിൻ വർ മോർ കണ്ടിന്യൂസ് വിത്ത് കോൺസ്പീഷ്യസ് അഗ്രേറിയൻ ട്രാക്ട് ഇൻ മേജർ റിവർ വാലി ലൈക്ക് കാവേരി, വൈഗ, താമ്രപർണി വാലി ആൻഡ് മൈനർ റിവർ വാലി ലൈക്ക് പാലാർ, പെന്നയാർ, ഈവൻ ഫ്രം ദ ഏർലി ഹിസ്റ്റോറിക്കൽ പീരീഡ്. അപ്പോൾ വളരെ ചരിത്രാതീത കാലം മുതൽ 3rd century BC to 3rd century AD വരെയുള്ള കാലഘട്ടങ്ങളിൽ ചെറുകിട നദികളായ പാലാറിൻ്റെയും പന്നിയാറിൻ്റെയും തീരങ്ങളിലൊക്കെ അഗ്രേറിയൻ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ തമിഴ് റീജിയനിലെ പ്രധാന നദികളായിട്ടുള്ള കാവേരി, വൈഗ, താമ്രപർണി നദികളുടെ തീരങ്ങളിലൊക്കെ
അഗ്രേറിയൻ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു. അത് അന്ന് കാലം മുതലേ, പഴയ കാലം മുതലേ ഇപ്പോഴും തുടർന്നു വരുന്ന ഒന്നാണ്. വിച്ച് ലേറ്റർ കെയിം ടു റീസ്ട്രക്ചേർഡ് ദ ന്യൂ അഗ്രേറിയൻ ഓർഡർ ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ബ്രഹ്മദേയ ആൻഡ് ടെമ്പിൾ. അഗ്രേറിയൻ സെറ്റിൽമെൻറ്റിന് ടെമ്പിൾ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നതോടുകൂടി, ബ്രഹ്മദേയ പോലെയുള്ള പുതിയ ഓർഡറുകളൊക്കെ വന്നതോടുകൂടി അഗ്രേറിയൻ സെറ്റിൽമെൻറ്റുകൾക്ക് ഒരു പുതിയ ഓർഡർ, ഒരു റീസ്ട്രക്ചറൊക്കെ ഉണ്ടായി തമിഴ്നാട്ടിലും. തമിഴ്നാട് ഓൾസോ ഹാസ് എ റിച്ച് കോപ്സ് ഓഫ് ഏർലി തമിഴ് ലിറ്ററേച്ചർ, എസ്പെഷ്യലി ഇൻ സംഘം ക്ലാസിക്കൽ ലിറ്ററേച്ചർ. സംഘസാഹിത്യ കൃതികളിൽ തമിഴ്നാട്ടിലെ വൈവിധ്യമാർന്ന, സമ്പന്നമാർന്ന കാർഷിക വിളവുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വിച്ച് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ദ മരുതം distinguished from Mullai, Kurinchi as eco zone with different economic activities such as agricultural, pastoral, hunting, gathering respective. തമിഴ് സംഘസാഹിത്യത്തിൽ പരാമർശിക്കുന്നത് തമിഴ് ഭൂപ്രകൃതിയെ പല തിണകളായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് സമതലങ്ങളായിട്ടുള്ള, പ്ലെയിനുകളായിട്ടുള്ള മരുതം, ഫോറസ്റ്റ് ഏരിയ ആയിട്ടുള്ള മുല്ലൈ, ഹില്ലി ഏരിയ ആയിട്ടുള്ള കുറിഞ്ചി, ഇങ്ങനെ വ്യത്യസ്തമായ എക്കോ സോണുകൾ നിലനിന്നിരുന്നു. ഈ എക്കോ സോണുകളിൽ ഡിഫറൻ്റായ എക്കണോമിക് ആക്ടിവിറ്റിയാണ് നടന്നിരുന്നത്. കാർഷിക പ്രവൃത്തി നടന്നിരുന്നു. അതുപോലെ ഹില്ലി, ഫോറസ്റ്റി ഏരിയ, മുല്ലൈ, കുറിഞ്ചി മേഖലകളിൽ പാസ്റ്ററൽ, ഹണ്ടിങ്, ഗ്യാതറിങ് ഒക്കെയാണ് നടന്നിരുന്നത്. ഇപ്രകാരം ഭൂപ്രകൃതിയിലും തമിഴ് നാടിൻ്റെ വൈവിധ്യത സംഘസാഹിത്യങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് മേ ബി അസ്യൂംഡ് ദാറ്റ് എ സിമിലിയർ പ്രോസസ് ഓഫ് ഓപ്പണിംഗ് അപ്പ് ദ അഗ്രേറിയൻ ട്രാക്ട് ഒക്കേർഡ് ഓൾസോ ആന്ധ്ര, കർണാടക റീജിയൻ, സ്റ്റാർട്ടിംഗ് ദ ഫെർട്ടൈൽ റിവർ വാലി ആൻഡ് ബിയോണ്ട് ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് ഹില്ലി ഏരിയാസ്. ഇതേപോലെയുള്ള കാർഷിക പ്രവർത്തനങ്ങൾ ആന്ധ്രയുടെയും കർണാടകത്തിൻ്റെയും പ്രദേശങ്ങൾ നടന്നിട്ടുണ്ട്. നദീതീരങ്ങൾ മാത്രമല്ല, അതിനപ്പുറം വനപ്രദേശത്തെയും മലഞ്ചെരുവുകളെയും ഹില്ലി വാലികളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഹെൻസ് early Brahmadeya and temple settlement is emerged in coastal region of Andhra plain, especially Godavari, Krishna valleys from the 4th to 10th century AD. Thus, drier region of Telangana, Rayalaseema came to be integrated to the new agrarian order from 11th to 14th centuries. ബ്രഹ്മദേയുടെ ആദ്യകാലഘട്ടങ്ങളിൽ ടെമ്പിൾ സെറ്റിൽമെൻറ്റുകളൊക്കെ രൂപപ്പെട്ട കാലഘട്ടത്തിൽ ആന്ധ്രയുടെ കോസ്റ്റൽ ഏരിയകൾ, പ്രധാനമായും ഗോദാവരി, കൃഷ്ണ താഴ്വരകളിൽ 4-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഇത്തരത്തിലുള്ള ബ്രഹ്മദേയുടെയും ടെമ്പിൾ സെറ്റിൽമെൻറ്റുകളൊക്കെ എമേർജ് ചെയ്യപ്പെട്ടു എന്നാണ്. അതുപോലെ തെലങ്കാന, റായലാസീം എന്ന് പറയുന്ന പ്രദേശത്ത് പുതിയ അഗ്രേറിയൻ ഓർഡറുകൾ, കാർഷിക ക്രമങ്ങൾ രൂപപ്പെട്ടു 11-14 നൂറ്റാണ്ടുകളിൽ. കർണാടക, ദ ഹയർ ആൻഡ് മിഡിൽ സെക്ഷൻ ഇൻ കൃഷ്ണ റിവർ ഇൻക്ലൂഡിംഗ് തുംഗഭദ്ര ആൻഡ് മാൽപ്രഭ ആസ് വെൽ ആസ് കാവേരി റിവർ along with their smaller branches were settled during the early period, especially 4th to 9th century. AD 4-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ കർണാടകയുടെ മിഡിൽ സെക്ഷനായിട്ടുള്ള കൃഷ്ണ റിവർ, അതായത് കൃഷ്ണ റിവറിൻ്റെ ട്രിബ്യൂട്ടറികളായിട്ടുള്ള തുംഗഭദ്രയുടെയും മാൽപ്രഭയുടെയൊക്കെ ഏരിയയിൽ, അതുപോലെ കാവേരി നദിയുടെയൊക്കെ തീരങ്ങളിൽ ആദ്യകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള കാർഷിക അഗ്രേറിയൻ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അവയെ റീ ഓർഡർ ചെയ്തത് ഈ പറയുന്ന ബ്രഹ്മദേയ ടെമ്പിൾ സെറ്റിൽമെൻറ്റുകൾ അതിന് കാരണമായിട്ടുണ്ട്.
പ്രധാനമായും ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബ്രഹ്മദയ ടെമ്പിൾ അഗ്രേറിയൻ ഓർഡർ ഗ്രാജുവലി സ്പ്രെഡ് ഓഫ് ന്യൂ അഗ്രേറിയൻ സിസ്റ്റം ഇൻ ബോർഡർ റീജിയൻ. അപ്പോൾ ഒരു പുതിയ വ്യവസ്ഥിതി ക്രമം രൂപപ്പെട്ടതിലൂടെ ഈ ബ്രഹ്മദേയ സിസ്റ്റം അല്ലെങ്കിൽ ടെമ്പിൾ അഗ്രേറിയൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുതിയ അഗ്രേറിയൻ സിസ്റ്റമാണ്. ഇത് പതുക്കെ പതുക്കെ അതിർത്തി പ്രദേശങ്ങളിലേക്കെല്ലാം വ്യാപിച്ചു തുടങ്ങി. ദ ബിഗിനിങ് ഓഫ് ദിസ് പ്രോസസ് may be placed in the period from the 4th to 6th century AD in the Deccan and Andhra region, where Brahmana Kshatriya allies in power via the newly founded Brahmanical dynasty like Vagadaga, Kadambas, and Western Ganga and Vishnugudis introduced Brahmadeya and temple as agrarian institution of expansion and integration. 4ാം നൂറ്റാണ്ടിനും 6ാം നൂറ്റാണ്ടിനും ഇടയിൽ, ഈ 4നും AD 4നും 6നും ഇടയിൽ ഡെക്ക അതുപോലെ ആന്ധ്രാപ്രദേശങ്ങളിൽ പുതിയ ഈ സാമൂഹിക ക്രമം രൂപപ്പെട്ടത് ഈ പ്രദേശത്ത് ഡെക്കാണിൻ്റെയും ആന്ധ്രയുടെയും മേഖലകളിൽ പുതിയ അധികാരം രൂപപ്പെടാൻ കാരണമായി. പ്രധാനമായും ബ്രാഹ്മണരും ക്ഷത്രിയരും ചേർന്നുകൊണ്ടുള്ള പുതിയ അധികാരഘടന രൂപപ്പെട്ടു. അതിൻ്റെ ഫലമായി ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റികൾ രൂപം കൊണ്ടു. ബ്രാഹ്മണിക്കൽ രാജവംശങ്ങൾ 4നും 6നും ഇടയിൽ, AD 4നും 6നും ഇടയിൽ വഗാടക എന്ന് പറയുന്ന ഡൈനാസ്റ്റി, 4നും 7നും ഇടയിൽ കടമ്പാസ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി, AD 4th to 10th വെസ്റ്റേൺ ഗംഗാസ് ഡൈനാസ്റ്റി, വിഷ്ണുഗതീസ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി, ഇതെല്ലാം രൂപപ്പെട്ടു. സോ ഇൻട്രൊഡ്യൂസ്ഡ് ബ്രഹ്മദേയ ആൻഡ് ടെമ്പിൾ അഗ്രേറിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്പാൻഷൻ ഇൻ്റഗ്രേഷൻ. ഇതിൻ്റെ ഫലമായി ബ്രഹ്മദേയയുടെയും ടെമ്പിൾ അഗ്രേറിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും വികാസം കൂടുതലുണ്ടായി. ഇത് ഐക്യമുള്ളതും കെട്ടുറപ്പുള്ളതുമായി. The early Pallavas during the period of 4th to 6th century, before they moved from Andhra region into Tamil country, were also participation in this process. ആന്ധ്ര മേഖലകളിലേക്ക് ചലിക്കുന്നതിന് മുമ്പേ പല്ലവ രാജവംശം, ഇവർ തമിഴ്നാട് ഭരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതുകൊണ്ട് തമിഴ്നാട്ടിലും ഇത്തരത്തിലുള്ള സാമൂഹിക മാറ്റത്തിന് വിധേയമായി. ഫ്രം 7th 9th century under the Chalukyas of Badami, Rashtrakudas of Manyakheta of agrarian resource bases are created upper Godavari, Malprabha, Tungabhadra, tributary of Krishna. 7ാം നൂറ്റാണ്ടിനും 9ാം നൂറ്റാണ്ടിനും ഇടയിൽ ചാലൂക്യ ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ, അതുപോലെ രാഷ്ട്രകൂടർ ഭരിക്കുമ്പോഴൊക്കെ കാർഷിക ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇവരുടെ ജീവിതം. ഇവർ ഗോദാവരിയുടെയും മാൽപ്രഭ, തുംഗഭദ്ര, അതുപോലെ കൃഷ്ണാനദിയുടെ ട്രിബ്യൂട്ടറിയാണ് ഈ നദികൾ. ഈ നദികളുടെ തീരങ്ങളൊക്കെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി ഈ രാജവംശങ്ങൾ. Through the leadership of their subordinate smaller ruling clans, southern Deccan region underwent integration into agrarian foundation situated upper Kaveri Valley. ഇപ്പോൾ രാജാവിൻ്റെ നേതൃത്വത്തിൽ സബ് ക്ലാനുകൾ രൂപപ്പെട്ടതോടുകൂടി ഈ ഡെക്കാൻ പ്രദേശങ്ങളിൽ റൂളിംഗ് ക്ലാനുകൾ, അതായത് ടെമ്പിൾ ബ്രാഹ്മണിക്കൽ റൂളിംഗ് ക്ലാനുകൾ രൂപപ്പെട്ടതോടുകൂടി ഈ റൂളിംഗ് ക്ലാനുകളുടെ സഹായത്തോടു കൂടി കാവേരിയുടെ അപ്പർ വാലികളൊക്കെ കൂടുതൽ അഗ്രേറിയനായി മാറി. ദിസ് ട്രെൻഡ് പെർസിസ്റ്റഡ് ആസ് ദ വെസ്റ്റേൺ ചാലൂക്യ ഹൊയ്സാലാസ് further advanced this progression from 10th and 13th century. ഇതേ നടപടി തന്നെ വെസ്റ്റേൺ ചാലൂക്യ രാജവംശവും ഹൊയ്സാല രാജവംശവും പിന്തുടരുന്നതോടുകൂടി 10-13 നൂറ്റാണ്ടുകളിൽ അവർക്കും പുരോഗതി ഉണ്ടായി കാർഷിക മേഖലയിൽ. കോൺസിക്വൻ്റ്ലി
This development played a role in establishing a distinct politico-cultural zone across South India, each characterized as substantial agrarian resource. അപ്പോൾ കാർഷിക ഉറവിടത്തെ അടിസ്ഥാനമാക്കി തന്നെ ഈ മാറ്റങ്ങൾ, വികാസങ്ങൾ, പുരോഗതികൾ, മാറ്റങ്ങളുണ്ടായപ്പോൾ അത് സൗത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക തലത്തിനും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ്.